Welcome to chemistry class. Today I am discussing organic chemistry, some basic principles and techniques. What is organic chemistry? The branch of chemistry which deals with carbon and its compounds. കാർബണെ കുറിച്ചും അതിൻ്റെ കോമ്പൗണ്ട്സിനെ കുറിച്ചുമുള്ള സ്റ്റഡിയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ബട്ട് ദർ ആർ സം കാർബൺ കോമ്പൗണ്ട്സ് വിച്ച് ആർ നോട്ട് ഓർഗാനിക്. കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് like that. And then what is actually organic chemistry? That is related to hydrocarbons. What is hydrocarbon? Hydrocarbons. The compounds having only carbon and hydrogen. Carbon and hydrogen മാത്രമുള്ള compounds ആണ് hydrocarbons. The compounds having only carbon and hydrogen are called hydrocarbons. And the organic chemistry that deals with the study of hydrocarbons and its derivatives. ഹൈഡ്രോകാർബൺസിനെ കുറിച്ചും അതിൻ്റെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചുമുള്ള സ്റ്റഡിയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. ഈ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആവുന്നത്? മോസ്റ്റ് ഓഫ് ദി ബയോമോളിക്യൂൾസ് ലൈക്ക് പ്രോട്ടീൻസ്, വിറ്റമിൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ലൈക്ക് RNA, DNA, എക്സെട്ര ആർ ഓർഗാനിക് കോമ്പൗണ്ട്സ്. മിക്കവാറും എല്ലാ ബയോമോളിക്യൂൾസും ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അതുപോലെ തന്നെ ദേ അപ്പിയർ ആസ് ക്ലോത്തിങ്, പോളിമേഴ്സ്, ദെൻ ഫ്യൂവൽസ് ആൻഡ് ഓൾസോ ഇൻ മെഡിസിൻസ്. മിക്കവാറും എല്ലാ മെഡിസിൻസും തന്നെ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. അപ്പം അതുകൊണ്ട് ഓർഗാനിക് കോമ്പൗണ്ട്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഹൈഡ്രോകാർബൺസിൻ്റെ ഏറ്റവും മെയിൻ സോഴ്സ് ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, കോൾ ആൻഡ് പെട്രോളിയം ആണ്. ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. The first in 1780s, the Berzelius put forward the vital force theory. According to this theory, in order to prepare an organic compound, a vital force or a divine force is necessary. ഒരു ഓർഗാനിക് കോമ്പൗണ്ട്, അന്ന് ഓർഗാനിക് കോമ്പൗണ്ട് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ഉണ്ടെന്നുള്ളത് കണ്ടുപിടിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഒരു വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഡിവൈൻ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് അന്നത്തെ ശാസ്ത്രലോകവും അതുപോലെ തന്നെ ബെർസീലിയസും വിശ്വസിച്ചിരുന്നത്. അതിനുശേഷം in 1828 ഫ്രെഡറിക് വോളർ who synthesized the first organic compound, that was urea. Urea എന്ന് പറയുന്ന organic compound, and that is obtained from ammonium cyanide, that is purely inorganic. Ammonium cyanide എന്ന് പറയുന്ന inorganic compoundൽ നിന്ന് ഓർഗാനിക് കോമ്പൗണ്ടായ യൂറിയ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഓർഗാനിക് കോമ്പൗണ്ട് ആരാണ് പ്രിപ്പയർ ചെയ്തത്? ദാറ്റ് ഈസ് ഫ്രെഡറിക് വോളറാണ് സിന്തസൈസ് ചെയ്തത് in 1828. പക്ഷെ അന്നത്തെ ശാസ്ത്രലോകം അത് വിശ്വസിച്ചില്ല, അങ്ങനെ സംഭവിക്കുമെന്ന് ആരും അത് വിചാരിച്ചിരുന്നില്ല. ബട്ട് ലേറ്റർ in 1845 Kobe synthesized acetic acid, and in 1856 Berthelot synthesized this methane. അതിനുശേഷം ശാസ്ത്രലോകം ഓർഗാനിക് കോമ്പൗണ്ട്സ് ലബോറട്ടറിയിൽ നിർമ്മിക്കാമെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഒരുപാട് കോമ്പൗണ്ട്സ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ധാരാളം ഓർഗാനിക് കോമ്പൗണ്ട്സ് കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ആണ്, കാർബൺ എന്തുകൊണ്ടാണ് ഇത്രയധികം കോമ്പൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് കാർബൺ ഇത്രയധികം കോമ്പൗണ്ട്സ് കാണപ്പെടുന്നത്? ദാറ്റ് ഇസ് ഡ്യൂ ടു 4 സ്പെഷ്യൽ ഫീച്ചേഴ്സ്. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് കാറ്റിനേഷൻ. The first special feature is catenation. What is meant by catenation? Is the carbon can link itself to form chains. കാർബൺസിനെ കാർബണോട് വേണ്ടി തന്നെ ചേർന്നിട്ട് ചെയിൻസ് ആയിട്ട് മാറാൻ പറ്റും. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ഫോം സൈക്ലിക് കോമ്പൗണ്ട്സ്. അതായത് കാർബണിനെ സൈക്ലിക് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് സൈക്ലിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും. ഈ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടിക്കാണ് നമ്മൾ കാറ്റിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് കാറ്റിനേഷൻ? The self-linking property of carbon to form chains and cyclic compounds. നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുള്ളതാണ് കാറ്റിനേഷൻ. അതൊരു സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ്. സോ ലാർജ് നമ്പർ ഓഫ് കോമ്പൗണ്ട്സ് ഫോർ ദ സെയിം കാർബൺ. ആൻഡ് ദ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഫീച്ചർ ഇസ് tetravalency. What is meant by tetravalency? Is a carbon can form 4 bonds because carbon is present in the 14th group. So 4 outermost electrons for this carbon. So 4 valence electrons for this carbon. So it can form 4 bonds with other atoms. കാർബണിന് 4 ബോൺസ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ഇത് ടെട്രാവാലൻ്റ് എന്ന് പറയും. സോ ദാറ്റ് ടെട്രാവാലൻസ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. ആൻഡ് ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോൺസ്. വാട്ട് ഇസ് മീൻ ബൈ മൾട്ടിപ്പിൾ ബോൺസ്?
Yes, carbon can form many bonds. That means carbon can form carbon-carbon double bond, or the carbon can form carbon-carbon triple bond, or carbon can form carbon-oxygen double bond, or carbon can form carbon-nitrogen triple bond. അപ്പോൾ കാർബണ് ഇത്തരത്തിൽ മൾട്ടിപ്പിൾ ബോൺസ് മീൻസ് ഒന്നിലധികം ബോൺസ് ആണ്, സിംഗിൾ ബോൺസ് അല്ലാതെ ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ഒക്കെ ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. That is one speciality of carbon. And the last special feature of carbon, that is isomerism. What is meant by isomerism? Is the carbon can form different compounds with the same molecular formula but with a different physical and chemical properties. അപ്പോൾ കാർബൺ തന്നെ ഒരേ മോളിക്കുലർ ഫോമിലുള്ള ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റും, ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ദാറ്റ് വിൽ സീ ലേറ്റർ. ഐസോമറിസം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ഈ 4 സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് കാർബണ് ഒരുപാട് കോമ്പൗണ്ട്സ്, ലാർജ് നമ്പർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 പോയിന്റ്സ് ആണ്. വാട്ട് ഇസ് മെൻ ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് വാട്ട് ഇസ് മെൻ ബൈ ഹോമോലോഗസ് സീരീസ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഇസ് മെൻ ബൈ ഫങ്ഷണൽ ഗ്രൂപ്പ്? എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ റൈറ്റിംഗ് കോമ്പൗണ്ട് ലൈക്ക് ദിസ് CH3 CH2 OH. ഈ കോമ്പൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാർബൺ ഹൈഡ്രജന് കൂടാതെ ഒരു ഓക്സിജനും കൂടെ ഉണ്ട്. And here there is a special group. Which is the special group? That is OH group, isn't it? What is the name of the OH group? OH group is called hydroxyl group, isn't it? This is hydroxyl group. And due to this hydroxyl group, this compound belongs to the family, that is alcohol family. OH കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ കോമ്പൗണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ബിലോങ് ടു ദ ഫാമിലി ആൽക്കഹോൾ. So this is a special group that characterize that particular compound. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. ഈ കോമ്പൗണ്ടിനെ അല്ലെങ്കിൽ ആൽക്കഹോൾ എന്ന് പറയുന്ന ഫാമിലിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. So that group is called functional group. So what is functional group? The group which are used to characterize a particular compound. And similarly, there is CHO group. Which family? Yes, this is aldehyde group. Aldehyde family ആണ്. If it is COOH group, yes, that is carboxylic acid. If it is NH2 group, that is amines. If it is chlorine, bromine, etc., they belong to the class halogens. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ്സ് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ദ ഗ്രൂപ്പ് വിച്ച് ഇസ് യൂസ് ടു characterize a particular compound. Okay, then what is homologous series? You know that the the most simplest hydrocarbon, ഏറ്റവും simplest ആയിട്ടുള്ള hydrocarbon ഏതാണ്? That is methane, the first simplest, and that belong to the class alkane, isn't it? Alkanes ൽ പെട്ടതാണ്. What is the name of this CH4? Yes, that is methane. And this is this alkanes represented by the same general formula, that is CnH2n plus 2. Alkanes ne represent ചെയ്യാൻ നമുക്കൊരു general formula ഉണ്ട്, CnH2n plus 2 ആണ്. Where n is the number of carbon atoms ആണ്. And if n equal to 1, you will get the structure CH4. And if n equal to 2, n in 2 എന്ന് കൊടുത്തു, what is the formula? n2 എന്ന് പറയുമ്പോൾ this becomes C2. H2n plus 2 ആണ്. 2 into 2 plus 2, that become equal to H6 എന്ന് വരും. C2H6 വരും. What is the name of the compound? That is ethane. What is the name of the compound? Ethane. Then this also represented by the same gender formula, isn't it? And if you are writing the third compound, you can write this as C3n equal to 3 എന്ന് കൊടുക്കുന്നു. C3H8 എന്ന് വരും. What is the name of the compound? That is propane, isn't it? That also can be represented by the same gender formula, isn't it? And what about the difference between first and second members? ഈ രണ്ട് മെമ്പേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? യെസ്, ഒരു കാർബണിന്റെ ഡിഫറൻസ് ഉണ്ട്, 2 ഹൈഡ്രജന്റെ ഡിഫറൻസ് ഉണ്ട്. സോ ഫസ്റ്റ് മെമ്പർ സെക്കൻഡ് മെമ്പറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യെസ്, ഒരു CH2ന്റെ വ്യത്യാസമുണ്ട്. വാട്ട് അബൌട്ട് ദ സെക്കൻഡ് മെമ്പർ ആൻഡ് തേർഡ് മെമ്പർ? സെക്കൻഡും തേർഡും തമ്മിൽ എന്താണ് വ്യത്യാസം? സെക്കൻഡും തേർഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് that is again a carbon and 2 hydrogens. So all the members are differ by the same grouping. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകതകൾ ശ്രദ്ധിക്കുക. And also this is an alkene. Ane means this consists only carbon-carbon single bonds. ഇതിനകത്ത് എല്ലാ ബോൺസും കാർബൺ കാർബൺ സിംഗിൾ ബോൺസ് ആണ്. So that is a functional group.
അപ്പം അങ്ങനെയാകുമ്പോൾ എല്ലാത്തിനും ഒരേ പ്രത്യേകതകളാണുള്ളത്. എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഒന്നാമത്തത്, all are represented by the same general formula. Same general formula. All are represented by the same general formula. Then secondly, all have the same functional group. All have the same functional group. Thirdly, the successive members differ by the same grouping. Differ by same grouping. So the series of members which are represented by the same general formula, having same functional group, and the successive members differ by the same grouping, the series is called a homologous series. So alkanes form a homologous series. Then alkenes form another homologous series which possesses another functional group and another general formula, and alkanes form another homologous series, alcohols form another series, amines form another series, isn't it? So what is homologous series? Yes, once more, and then homologous series, the series in which the members are represented by എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ഒന്നാമത്തെ കാര്യം, by the same general formula, by the same functional group, and the successive members, അടുത്തടുത്തുള്ള members, differ by the same grouping. They are called homologous series. Okay. Then how we can represent the organic compounds? Organic compounds നമ്മളൊക്കെ എങ്ങനെ represent ചെയ്യാം? The first method, that is complete structural formula. എങ്ങനെയാണ് ഒരു complete structural formula കൊടുക്കുന്നതെന്ന് നോക്കാം. For example, if you are taking CH4 as an example, what about the CH4? The carbon is present in the 14th group, so 4 outermost electrons, isn't it? 4 outermost electrons for the carbon, and there is 4 hydrogens along with this carbon. 4 hydrogens, and each hydrogen possesses 1 electron each. Like this. And how the sharing? This is the electron Lewis electron dot formula, isn't it? So how do you draw the sharing? How do you show the sharing of the electrons between the atoms? And this can be shown like this. For the carbonate electrons, and between carbon and hydrogen, it is like this. Between the second carbon and hydrogen, between the third hydrogen and the carbon, between the fourth hydrogen and carbon. Okay, this is like the sharing. So between carbon and hydrogen, there is a pair of electrons and can be represented by a bond. So between carbon and hydrogen, a bond can be represented like this. That is, this bond represents 2 electrons, isn't it? So this bond represents 2 electrons. Then another bond between the second hydrogen, the third between third hydrogen and carbon, the third bond, then the fourth bond, like this. So this like of representation. So each bond represents a pair of electrons between the 2 atoms. Okay, so this is the complete structural formula. And what about this methane? Here the hybridization is sp3, isn't it? In methane, the hybridization is sp3, and here the end-to-end overlapping between the p orbitals of carbon and the s orbital of the hydrogen. So according to sp3 hybridization, there is 4 hybrid orbitals are formed between carbon and 4 hybrid orbitals are formed for this carbon, and 4 hybrid orbitals shared with that is overlapped with the 1s orbitals of hydrogen, forming 1 sigma bond here, the second sigma bond, the third sigma bond, and the fourth sigma bond. So 4 sigma bonds are formed with this carbon and hydrogen. Okay, how many sigma bonds are formed there? 4 sigma bonds are formed. And due to sp3 hybridization, what is the geometry of the molecule? This is tetrahedral, isn't it? This molecule is tetrahedral. Or you can show like this the structure. The 4 hydrogens are
arranged at an angle. The angle is 109 degree, 28 minutes. Isn't it? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. And this is for methane. So which is the complete structural formula? This is the complete structural formula in which all the carbon hydrogen bonds are represented. എല്ലാ കാർബൺസിനെയും എല്ലാ ഹൈഡ്രജൻസിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ഒരു റെപ്രസെന്റേഷൻ ഉണ്ടെങ്കിൽ അതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. സോ ഹൗ വിൽ ഡ്രോ ദ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല ഫോർ ദ ഈഥെയ്ൻ. ഈഥെയ്ൻ ആകുമ്പോൾ നമുക്കറിയാം ഫോർമുല എന്ത് വരും? ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. For ethane, is that is C2H6 ആണ്. How will you draw the complete structural formula? Again, here also the hybridization is sp3 and all bonds are sigma type. Okay, and how will you draw the structure? Yes, you can draw the structure directly. There is 2 carbons, you can show like this, and for each carbon there is only 1 bond. What about the carbon? It is tetravalent. Already ഒരു bond ആയിട്ടുള്ളൂ. ഇനി 3 bonds കൂടി ഇനി possible ആണ്. You can draw the bonds like this. Here also 3 more bonds. ഇനി ഇതിനകത്ത് ആകെപ്പാടെ കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. സോ ബാക്കി ബോൺസ് ഒക്കെ നമുക്ക് ഹൈഡ്രജനെ വെച്ച് കംപ്ലീറ്റ് ചെയ്യാം. This is the complete structural formula for the ethane. And how will you draw the complete structural formula for propane? Propane ആകുമ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? C3H8. That is the formula. We can draw 3 carbons in straight chain. Okay, ഇങ്ങനെ കൊടുക്കുക. ഇനി എത്ര ബോൺസ് കൂടെ പറ്റും? യെസ്, ഹിയർ 3 ബോൺസ്. 3 ബോൺസ് നമുക്ക് ചേർത്തിട്ട് ഓരോന്നായിട്ട് നമുക്കിവിടെ കാണിക്കാം. ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ. ഹിയർ ഫോർ ദ മിഡിൽ കാർബൺ ഓൺലി 2 ബോൺസ് ആർ കംപ്ലീറ്റഡ്. നമുക്ക് 2 ബോൺസും കൂടെ ഇവിടെ കൊടുക്കാം വിത്ത് 2 ഹൈഡ്രജൻസ്. ഇവിടെ എൻഡ് കാർബൺ ആണ്, 3 ഹൈഡ്രജൻസും കൊണ്ട് നമുക്ക് കൊടുക്കാം. ഇപ്പം എല്ലാ കാർബൺസിനും 4 ബോൺസ് വെച്ചാണ്. അത് ശ്രദ്ധിക്കുക. അങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല വരച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടെ ലോൺ പേസ് ഉള്ള കോമ്പൗണ്ട്സ് ആണെങ്കിൽ നമ്മൾ ആ ലോൺ പേസും കൂടി അവിടെ കാണിക്കണം. ഓക്കെ, ലോൺ പേസ് ഉള്ള കോമ്പൗണ്ട്സ് നമുക്ക് ആൽക്കഹോളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലോൺ പേസ് ഉള്ള കോമ്പൗണ്ട്സ് വരും. ഫോർ എക്സാമ്പിൾ എത്തനോൾ. എത്തനോളിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്താണ്? എത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈഥെയ്ൻ, ഈഥെയ്നിൽ ഒരു ഹൈഡ്രജൻ മാറ്റിയിട്ട് OH വരുന്നതാണ് എത്തനോൾ. ഹൗ യു ഷോ ദ സ്ട്രക്ചർ? യെസ്, യു ക്യാൻ ഡ്രോ ദ സ്ട്രക്ചർ ലൈക്ക് ദിസ്. 3 ഹൈഡ്രജൻസ് വിത്ത് ഫസ്റ്റ് കാർബൺ. ദെൻ സെക്കൻഡ് കാർബണിൻ്റെ കൂടെ നമുക്ക് 2 ഹൈഡ്രജൻസ്. ദെൻ അതിൻ്റെ കൂടെ നമുക്ക് ഓക്സിജൻ വരുന്നുണ്ട്. ദെൻ ഹൈഡ്രജൻ വരും. ഓക്സിജൻ്റെ 2 ഇലക്ട്രോൺസ് നമ്മൾ ഷെയറിങ്ങിന് വേണ്ടി പോയിട്ടുണ്ട്. ഇനി നമുക്ക് 4 ഇലക്ട്രോൺസും കൂടി അവിടെ ഉണ്ട്. ആ 4 ഇലക്ട്രോൺസ് 2 സെറ്റ് ലോൺ പേഴ്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. സോ ഇങ്ങനെ ലോൺ പേഴ്സ് അടക്കം എല്ലാ ബോൺസും ലോൺ പേഴ്സ് അടക്കം കൊടുക്കുന്നതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് എക്സാമ്പിൾസിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് നമ്മൾ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ്. രണ്ടാമത്തെ മെത്തേഡ് കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയും. എന്താണ് കണ്ടൻസ്ഡ് ഫോർമുല? ഇപ്പം മീഥേൻ നമ്മൾ എല്ലാ ബോൺസും റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് പകരം ജോയിൻ ചെയ്ത് എഴുതുന്നു. സോ ദിസ് ഈസ് ദ കണ്ടൻസ്ഡ് ഫോർമുല. സോ വാട്ട് അബൌട്ട് ദ ഈഥെയ്ൻ? ഈഥെയ്ൻ ആണ് നമ്മൾ എന്തായിരുന്നു ഫോർമുല? C2H6 ആണ്. എങ്ങനെയാണ് നമ്മൾ കൊടുത്തത്? കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എങ്ങനെയാണ് കൊടുത്തത്? ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഈഥെയ്ൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, ഓരോ കാർബണിൻ്റെ കൂടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലും ഓരോ കാർബണിൻ്റെ കൂടെ 3 ഹൈഡ്രജൻസ് ഉണ്ട്. അത് കമ്പൈൻഡ് വേയിൽ എഴുതുന്നതാണ് അതിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ കാർബണിൻ്റെ കൂടെ 3 ഹൈഡ്രജൻ, രണ്ടാമത്തെ കാർബണിൻ്റെ കൂടെ 3 ഹൈഡ്രജൻ. സോ ദാറ്റ് ഈസ് CH3 എന്ന് കൊടുക്കാം. സോ ദാറ്റ് ഈസ് ഈഥെയ്ൻ. സോ ഹൗ വിൽ യു ഡ്രോ ദ കംപ്ലീറ്റ് കണ്ടൻസ്ഡ് ഫോർമുല ഫോർ പ്രൊപ്പെയ്ൻ? പ്രൊപ്പെയിൻ്റെ കണ്ടൻസ്ഡ് ഫോർമുല എങ്ങനെ കൊടുക്കാം? ദാറ്റ് ഈസ് C3H8 ആണ്. യു ക്യാൻ റൈറ്റ് 3 കാർബൺസ് ലൈക്ക് ദിസ്. ഇനി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എൻഡ് കാർബൺസ് 3 എണ്ണമാണ് എപ്പോഴും വരിക. 3 ബോൺസ് വെച്ചാണ് വരുന്നത്. അപ്പോൾ 3 ബോൺസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തിട്ട് ഒന്നിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് CH3. ഇനി ഇങ്ങേ എൻഡിൽ വരുന്നതും അതുപോലെ തന്നെ 3 മോർ ബോൺസ് പോസിബിൾ ആണ്. നമുക്കത് ഒന്നിച്ച് ചേർത്ത് കൊടുക്കാം. CH3. ബട്ട് അബൌട്ട് ദ മിഡിൽ കാർബൺ ഓൾറെഡി 2 ബോൺസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എത്ര ഹൈഡ്രജൻസോട് കൊടുക്കാം? 2 ബോൺസും കൂടെ പറ്റും. അത് നമ്മൾ ഒന്നിച്ച് ചേർത്ത് CH2 എന്ന് എഴുതി. സോ ദിസ് ഈസ് ദ കണ്ടൻസ്ഡ് ഫോർമുല. സോ ഹൗ യു ഡ്രോ ദ കണ്ടൻസ്ഡ് ഫോർമുല ഫോർ പെൻറ്റെയ്ൻ? പെൻറ്റെയ്ൻ എങ്ങനെ കൊടുക്കാൻ പറ്റും? പെൻറ്റെയ്ൻ വരുമ്പോഴത്തേക്കും നമ്മൾ ബ്യൂട്ടൈൻ നിങ്ങൾ തന്നെത്താൻ ചെയ്യുക. പെൻറ്റെയ്ൻ വരുമ്പോൾ നമുക്ക് എന്താ വരിക? C5H10+2 ദാറ്റ് ഈസ് 12 എന്ന് വരും. 5 കാർബൺസ് ആണുള്ളത്. 5 കാർബൺസിനെ നമുക്ക് എങ്ങനെ കൊടുക്കാം? സ്ട്രേറ്റ് ചെയിൻ 5 കാർബൺസ് കൊടുക്കാം.
5 കാർബൺസ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, എൻഡിൽ വരുന്ന കാർബൺസ് നമുക്ക് ഓൾവേസ് നമ്മൾ 1 2 എഴുതി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി എൻഡിൽ വരുന്ന ഓൾവേസ് വിത്തൗട്ട് ബ്രാഞ്ചിങ് ആണെങ്കിൽ CH3 ആയിരിക്കും, മിഡിലിൽ വരുന്ന ഓൾവേസ് CH2s ആയിരിക്കും. നമ്മൾ പ്രാക്ടീസ് കൊണ്ട് കിട്ടുന്ന കാര്യമാണ്. സോ ദിസ് ഈസ് ദ കണ്ടൻസ്ഡ് ഫോർമുല ഓഫ് ദി പെൻറ്റേൻ. ഇനി ഇത് നമുക്ക് കുറച്ചും കൂടെ ചുരുക്കി എഴുതാം. അതായത് 3 CH3s റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ എൻഡിൽ വരുന്ന 2 CH3s അതേപോലെ കൊടുക്കുക. ദെൻ മിഡിലിൽ വരുന്ന CH2s how many times repeated is 3 times. So you can give it like this 3 times. Okay. So this is the condensed formula of the pentane. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് മീഥേൻ നമുക്ക് എങ്ങനെ എഴുതുന്നത് മനസ്സിലായി. ഈഥേൻ ദെൻ പ്രൊപ്പെയിൻ ചെയ്തു. ബ്യൂട്ടേൻ ആകുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടൻസ്ഡ് ഫോർമുലയിൽ നമുക്ക് ഏത് കോമ്പൗണ്ടിൻ്റെ വേണമെങ്കിലും കണ്ടൻസ്ഡ് ഫോർമുല ഇതുപോലെ നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു മെത്തേഡ് ഉണ്ട്, അത് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് ബോണ്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ലൈൻസ്. ബോണ്ട്സ് നമ്മൾ ലൈൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പെൻറ്റേൻ നമ്മളിപ്പോൾ കണ്ടല്ലോ. പെൻറ്റേൻ്റെ ഫോർമുല എന്തായിരുന്നു? C5H12 ആണ്. ഇനി ഇതിനകത്ത് നമ്മൾ കാർബൺസിനെയോ ഹൈഡ്രജൻസിനെയോ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. പകരം ബോണ്ട്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ലൈൻസ് ഇൻ എ സിഗ്സാഗ് വേ. ബോണ്ട്സ് എല്ലാം നമ്മൾ സിഗ്സാഗ് വേയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് 5 കാർബൺസ് ആണുള്ളത്. ഫസ്റ്റ് കാർബൺ, ദെൻ സെക്കൻഡ് കാർബൺ, തേർഡ് കാർബൺ, then fourth one, then fifth one. This is the way you can number like this: 1 2 3 4 5. So this is the pentane. This is pentane. So how do you draw the structure for butane? Butane ആണെങ്കിൽ നമ്മൾ എങ്ങനെ വരയ്ക്കും? Yes, butane ആണെങ്കിൽ നമുക്ക് 4 കാർബൺസേ ഉള്ളൂ. So I can start from here. First carbon, second carbon, third one, then fourth one, like this. So അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇത് വേണമെങ്കിൽ നമ്പർ ചെയ്യാം as 1 2 3 4. അപ്പോൾ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻസിൻ്റെ പ്രത്യേകത മനസ്സിലായല്ലോ. ഓൺലി ലൈൻസ് ആർ ഗിവൺ ഫോർ കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഇനി ഇതിനകത്ത് എൻഡിൽ വരുന്നത് ഈ എൻഡിലും ഇതുപോലെ ഈ എൻഡിലും വരുന്നത് ഓൾവേസ് എന്തായിരിക്കും? CH3s ആയിരിക്കും. സോ ടെർമിനൽ കാർബൺസ് ആർ ഓൾവേസ് ദി ടെർമിനൽ കാർബൺ ആണ്. ടെർമിനൽ കാർബൺസ് ആർ ഓൾവേസ് CH3s. ഹിയർ ഓൾസോ CH3. ഇവിടെ അതുപോലെ തന്നെ ടെർമിനൽ ആയിട്ട് വരുന്ന ഇതെന്താണ്? ഇത് CH3 ആയിരിക്കും, ഇത് CH3 ആയിരിക്കും. ഇനി if there are groups like OH or chlorine are present, ഇതിനകത്ത് ഇപ്പോൾ ഒരു ക്ലോറിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർത്ത് കാർബൺ ഒരു ക്ലോറിൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് പെൻറ്റേൻ ആണ്. പെൻറ്റേന് പകരം വേറൊരു കോമ്പൗണ്ട് ശ്രദ്ധിക്കുക, 4-chloropentane. 4-chloropentane. എന്താ മീനിങ്? അറ്റ് ദ ഫോർത്ത് കാർബൺ ദർ ഇസ് ക്ലോറിൻ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കണം? യു ഹാവ് ടു ഗീവ് ദ സബ്സ്റ്റിറ്റ്യൂവൻറ്റ്. ഇപ്പോൾ ഫോർത്ത് കാർബണിൽ എവിടെയാണ് ഫോർത്ത് കാർബൺ? ഇവിടെയാണ് ഫോർത്ത് കാർബൺ. അവിടെ നമ്മളൊരു ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് കൊടുക്കണം. യു ഹാവ് ടു ഷോ ദാറ്റ്. അപ്പോൾ ക്ലോറിനെ അവിടെ കാണിക്കണം. ഇനി ഫസ്റ്റ് കാർബണിൽ OH ഉണ്ടെന്ന് വിചാരിക്കുക. ബ്യൂട്ടൈനകത്ത് ഫസ്റ്റ് കാർബണിൽ OH. ഇപ്പം നമ്മളിവിടെ വരച്ചിട്ടിരിക്കുന്ന ബ്യൂട്ടൈൻ ആയിരുന്നു. ബ്യൂട്ടൈൻ്റെ ഫസ്റ്റ് കാർബണിൽ ഒരു OH ഉണ്ടെന്ന് വിചാരിക്കാം. അതായത് ബ്യൂട്ടാൻ 1 ഓൾ ആണെന്ന് വിചാരിക്കുക. ബ്യൂട്ടാൻ 1 ഓൾ എന്ന് പറഞ്ഞാൽ OH ഫസ്റ്റ് കാർബണിൽ ഒരു OH ഉണ്ടെന്നാണ് മീനിങ്. അപ്പം നമ്മൾ എന്ത് കൊടുക്കണം? ഫസ്റ്റ് കാർബണിൽ ഇപ്പം നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അവിടെ നമ്മളൊരു OH കൂടെ റെപ്രസെൻറ്റ് ചെയ്യണം. സോ നമ്മൾ അവിടെ ഒരു OH കൂടെ ഫസ്റ്റ് കാർബണിൽ ഒരു OH കൂടെ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻസ് കൊടുക്കുന്നത്. ഇനി സൈക്ലിക് കോമ്പൗണ്ട്സിലാണെങ്കിൽ എങ്ങനെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കും? സൈക്ലിക് കോമ്പൗണ്ട്സ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുക? മിനിമം നമ്മളൊരു സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 3 കാർബൺസ് എങ്കിലും വേണം. നമുക്കിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഓൾറെഡി ഓരോ കാർബൺസിന് എത്ര ബോൺസ് വെച്ചിട്ടുണ്ട്? 2 ബോൺസ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 2 ബോൺസ് കൂടെ കൊടുക്കാം. 4 ബോൺസ് വേണമല്ലോ ഓരോ കാർബണിനും. സോ 2 മോർ ബോൺസ് കൊടുത്തു. അവിടെയെല്ലാം നമുക്ക് എന്ത് കൊടുക്കാം? ഹൈഡ്രജൻസിനെ കൊടുക്കാം. സോ ദിസ് ഈസ് ദ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇതേതാ കോമ്പൗണ്ട് എന്ന് മനസ്സിലായോ? 3 കാർബൺ ആണ്. സോ പ്രൊപ്പാണ്. എല്ലാം സിംഗിൾ ബോൺസ് ആണ്. സോ എയിനാണ്. സൈക്ലിക് ആണ്. സോ ദിസ് ഈസ് സൈക്ലോപ്രൊപ്പൈൻ ആണ്. സൈക്ലോപ്രൊപ്പൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ സൈക്ലോപ്രൊപ്പൈൻ്റെ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ്. എങ്ങനെയാണ് കണ്ടൻസ്ഡ് ഫോർമുല എഴുതുക? ഫസ്റ്റ് കണ്ടൻസ്ഡ് ഫോർമുല കൊടുക്കുക അല്ലേ? എങ്ങനെ കണ്ടൻസ്ഡ് ഫോർമുല എഴുതും? ഹൈഡ്രജൻസിനെ എല്ലാം കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങ് എഴുതിയാൽ മതി. സോ ദാറ്റ് ബിക്കം CH2 ഹിയർ. അടുത്ത കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ.
അടുത്ത കാർബണിൻ്റെ കൂടെ 2 ഹൈഡ്രജൻ ബോൺസ് കംപ്ലീറ്റ് ചെയ്തു. സോ ദിസ് ഈസ് കണ്ടൻസ്ഡ് ഫോർമുല. ഫസ്റ്റ് നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല കൊടുത്തു, ദെൻ സെക്കൻഡ് വൺ കണ്ടൻസ്ഡ് ഫോർമുല. സോ ഹൗ വിൽ ഡ്രോ ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ? ബോണ്ട് ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. എങ്ങനെ ബോണ്ട് ലൈൻ കൊടുക്കും? കാർബൺ ഹൈഡ്രജൻ ഒന്നും റെപ്രസെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഒരു പോയിന്റ്, അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ്, മൂന്നും കൊണ്ട് ജോയിൻ ചെയ്യുക ലൈൻസ് വെച്ച്. സോ വിൽ ഗെറ്റ് എ ട്രയാങ്കിൾ ഹിയർ. ഇവിടെ ട്രയാങ്കിൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ അല്ല, ഇതെന്താണ്? ദിസ് ഈസ് സൈക്ലോപ്രൊപ്പെയിൻ. കെമിസ്ട്രിയിൽ വരുമ്പോൾ നമുക്കിത് ട്രയാങ്കിൾ അല്ല, ഇതെന്താണ്? സൈക്ലോപ്രൊപ്പെയിൻ ആണ്. യു ക്യാൻ നമ്പർ ലൈക്ക് ദിസ് S1 2 3. അപ്പോൾ മൂന്നും കണ്ടല്ലോ. കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. അങ്ങനെയാണെങ്കിൽ ഹൗ യു ഡ്രോ ദ ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ ഫോർ സൈക്ലോബ്യൂട്ടൈൻ? സൈക്ലോബ്യൂട്ടൈൻ വരുമ്പോൾ എങ്ങനെയായിരിക്കും വരയ്ക്കുക? സൈക്ലോബ്യൂട്ടൈൻ വരുമ്പോൾ യു ക്യാൻ ഡ്രോ എ സ്ക്വയർ ലൈക്ക് ദിസ് with 4 points. So you can number like this 1 2 3 4. So this is cyclobutane, isn't it? How will you draw the structure for cyclopentane? You can draw the structure like this. And you can number like this 1 2 3 4 5, isn't it? So 1 2 3 4 5. So this is cyclopentane. If there is an OH at first position, ഇതിനകത്ത് ഒരു OH ഒന്നും വിചാരിക്കുക ഇവിടെ. You can represent like this. So that is cyclopentanol, isn't it? Pentan, here it become 1 ol. Cyclopentanol ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ OH കൂടെ അവിടെ റെപ്രസെൻറ്റ് ചെയ്യണം. ഇനി ഇതിനകത്തൊരു ഡബിൾ ബോണ്ട് വന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ബ്യൂട്ടൈൻ വരച്ചു. ഇഫ് ഇറ്റ് ഈസ് സൈക്ലോബ്യൂട്ടീൻ, ഡബിൾ ബോണ്ട് ബിറ്റ്വീൻ 1 and 2, 1ൻ്റെയും 2ൻ്റെയും ഇടയ്ക്കാണ് ഡബിൾ ബോണ്ടിങ്. നമ്മളിങ്ങനെ കൊടുക്കണം. യെസ്, യു ഹാവ് ടു ആഡ് എ ഡബിൾ ബോണ്ട് ലൈക്ക് ദിസ്. അപ്പോൾ ഇങ്ങനെയാണ് ബോണ്ട് ലൈൻസ് വരയ്ക്കുന്നത് എന്നുള്ള ഏകദേശം മനസ്സിലായി കാണും. നമ്മൾ പിന്നെ എക്സാമ്പിൾസ് IUPAC നെയിമിങ്ങിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളവിടെ ചെയ്യും. അപ്പോൾ 3 ടൈപ്പ് റെപ്രസെൻറ്റേഷൻസ് ആണ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായല്ലോ. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല, കണ്ടൻസ്ഡ് ഫോർമുല ആൻഡ് ബോണ്ട് ലൈൻ റെപ്രസെൻറ്റേഷൻ. ഇനി നമുക്കൊരു 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്. 3 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഇത് കൊടുത്തിരിക്കുന്ന മീഥൈൻ്റെ ആണ് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. മീഥൈൻ, സെൻട്രൽ കാർബൺ കൊടുത്തിട്ടുണ്ട്. 2 നോർമൽ ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നോർമൽ ലൈൻസ്? ഇത് നോർമൽ ലൈനാണ്, ഇത് നോർമൽ ലൈനാണ്. സോ ദേ ആർ റെപ്രസെൻറ്റഡ് ബൈ normal lines. The bonds are represented by normal lines and these bonds are lying in the plane of the board or plane of the paper. നമ്മൾ എവിടെയാണോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതേ പ്ലെയിനിൽ കിടക്കുന്ന 2 ഹൈഡ്രജൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്പർ 1 ഹൈഡ്രജൻ ആൻഡ് നമ്പർ 2 ഹൈഡ്രജൻ. ഇത് രണ്ടും കാർബണും ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. Then another bond that is represented by a wedge, and this is a dashed wedge. This is a dashed wedge. What is meant by this dashed wedge? That is the dashed wedge, that is the bond that is pointing away from the viewer. നമ്മളാണ് നോക്കുന്നതെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബോണ്ടാണ്, അതായത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ബോണ്ടാണ് ഡാഷ്ഡ് വെഡ്ജ് വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. And one more bond is there. This is a solid wedge. This is a solid wedge. So that is the bond that is pointing towards the viewer or the observer. ആരാണ് നോക്കുന്നത് അവരുടെ നേരെ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കാണുമ്പോൾ തന്നെ ഒരു 3 ഡയമെൻഷണൽ അപ്പിയറൻസ് തോന്നും. ഇവിടെ നമ്മൾ ഈ ഒരു ബോണ്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വെഡ്ജ് ആൻഡ് ഡാഷ് വെച്ചിട്ടുള്ളതാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് വെഡ്ജ് ആൻഡ് ഡാഷ് ഫോർമുല എന്നാണ് ഇതിന് പറയുന്നത്. Wedge and dash formula. What is the name of the formula? This is wedge and dash formula എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും.
ഇനി നമുക്ക് മോളിക്കുലർ മോഡൽസും കൂടിയാണ് നോക്കാനുള്ളത്. അതിനകത്ത് 3 ടൈപ്പാണുള്ളത്. ഒന്ന് ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡലാണ്. ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ മോളിക്യൂൾസ് ആർ റെപ്രസെൻറ്റഡ് ബൈ ബോൾസ് ആൻഡ് സ്റ്റിക്സ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് മീഥേൻ ആണ്. ഇതിൻ്റെ സെൻട്രൽ കാണിച്ചിരിക്കുന്നത് കാർബൺ ആണ്. ദെൻ 4 ഹൈഡ്രജൻസ്. ഇപ്പോൾ ബോളും സ്റ്റിക്കും ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ബോൾ ആൻഡ് സ്റ്റിക്ക് മോഡൽ 3 ഡയമെൻഷണൽ അപ്പിയറൻസ് ആണ്. ദെൻ സ്പേസ് ഫില്ലിംഗ് മോഡലാണ്. സ്പേസ് ഫില്ലിംഗ് മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ കാണിച്ചിരിക്കുന്ന കാർബണും ഹൈഡ്രജനും ഒക്കെ തമ്മിൽ എക്സാക്റ്റ് ആയിട്ടുള്ള റേഡിയസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഓവർലാപ്പിംഗ്, അതനുസരിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് കാർബൺ ഹൈഡ്രജൻ ഹൈഡ്രജൻ ഹിയർ ഓൾസോ 1 ഹൈഡ്രജൻ, ആ രീതിയിലാണ് സ്പേസ് ഫില്ലിംഗ് മോഡൽ എന്ന് പറയും. അതായത് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള റേഡിയസ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു മോഡൽ കാണിച്ചിട്ടുള്ളത്. ദെൻ ദ തേർഡ് വൺ ഈസ് ഫ്രെയിം വർക്ക് മോഡലാണ്. ഫ്രെയിം വർക്ക് മോഡൽ ഓവർലാപ്ഡ് ആയിട്ട് ഇതെങ്ങനെയാണ്, അതായത് ഈ ബോൺസ് എങ്ങനെയാണ് ഓവർലാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ളത്, സെൻറ്ററിൽ ഉള്ള കാർബണും ഇവിടെയുള്ള ഹൈഡ്രജനും കൂടെ ഓവർലാപ്പ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നുള്ള രീതിയിലാണ് അത് കാണിച്ചിരിക്കുന്നത് ഫ്രെയിം വർക്ക് മോഡൽ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ 3 മോഡൽസ് ആണ് നമുക്കിവിടെ ഉള്ളത്. Then how the classification of organic compounds. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതെന്നാണ് നോക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിനെ നമ്മൾ ഏറ്റവും ബ്രോഡ് സെൻസിൽ ക്ലാസിഫൈ ചെയ്താൽ ദ ഫസ്റ്റ് വൺ ആസ് അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ആണ്. ഓപ്പൺ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് വരുന്നത്. അതുപോലെ തന്നെ സൈക്ലിക് ആൻഡ് ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ്. അപ്പോൾ ഒന്നുകിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രീതിയിൽ, അതായത് ചെയിൻ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന പോലെയുള്ള കോമ്പൗണ്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ CH3, CH2, CH3. സൈക്ലിക് അല്ലാത്ത കോമ്പൗണ്ട്സ്, ഇതാണ് അസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് നമ്മൾ നേരത്തെ കാണിച്ച സൈക്ലോപ്രൊപ്പെയിൻ പോലെയുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ സൈക്ലോബ്യൂട്ടെയിൻ പോലെയുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്, അസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് 2 ടൈപ്പ് കോമ്പൗണ്ട്സ് ആണുള്ളത്. അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്, സൈക്ലിക് ഓർ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട്സ്. ഈ സൈക്ലിക് കോമ്പൗണ്ട്സിനെ തന്നെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹോമോസൈക്ലിക് ആൻഡ് ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. അപ്പോൾ അസൈക്ലിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം അസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്, ചെയിൻ ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്ന കോമ്പൗണ്ട്സ് ആണ്. നമുക്ക് ഐസോബ്യൂട്ടൈൻ ഉണ്ട്, ഈത്തൈൻ ഉണ്ട്, അസറ്റാൽഡിഹൈഡ് ഉണ്ട്, അസറ്റിക് ആസിഡ് ഉണ്ട്. ഇതെല്ലാം ലെങ്തി ആയിട്ട് പോകുന്നതാണ്. ഇതാണ് സൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. സൈക്ലോപ്രൊപ്പെയിൻ ഉണ്ട്, സൈക്ലോഹെക്സൈൻ ഉണ്ട്, സൈക്ലോഹെക്സീൻ ഉണ്ട്, അതുപോലെ തന്നെ ടെട്രാഹൈഡ്രോഫ്യൂറാൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട്സിലെ 3 എണ്ണത്തിനകത്ത് നമുക്കറിയാം പ്രത്യേകിച്ച് ആറ്റംസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി 4ാമത്തെ കോമ്പൗണ്ട് നോക്കിക്കേ. 4ാമത്തെ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? 4ാമത്തെ കോമ്പൗണ്ടിൽ ഒരു ഓക്സിജനും കൂടെ റിങ്ങിൽ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട് ആണ്. ദാറ്റ് മീൻസ് അതർ ദാൻ കാർബൺ. കാർബൺ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എലമെന്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അതായത് റിങ്ങിൽ കാർബൺ ഒഴികെ വേറെ ഏതെങ്കിലും ഒരു ആറ്റം വന്നിട്ടുണ്ടെങ്കിൽ നൈട്രജൻ, ഓക്സിജൻ ഒക്കെ ആവാം. സോ അങ്ങനെയുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സൈക്ലിക് കോമ്പൗണ്ട്സിനെ തന്നെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനകത്ത് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്, അതുപോലെ തന്നെ ആലിഫാറ്റിക് കോമ്പൗണ്ട്സ് ഉണ്ട്. ഈ ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ വീണ്ടും നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ബെൻസിനോയിഡ്സ് ആൻഡ് നോൺ ബെൻസിനോയിഡ്സ്. അപ്പോൾ നമ്മൾ ബെൻസിനോയിഡ്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത് ബെൻസീൻ ഉള്ള കോമ്പൗണ്ട്സ് ആണ്. ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സ്പെഷ്യൽ സ്മെല്ലൊക്കെയുള്ള കോമ്പൗണ്ട്സ് ആണ്. ആരോമ മീൻസ് സ്പെഷ്യൽ സ്മെല്ലുള്ള കോമ്പൗണ്ട്സിനായിരുന്നു ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞിരുന്നത്. നമുക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് അറിയാം, ബെൻസീൻ അറിയാലോ. അപ്പോൾ ബെൻസീൻ പോലെയുള്ള ബെൻസീൻ ഇൻവോൾവ് ചെയ്യുന്ന കോമ്പൗണ്ട്സിനാണ് നമ്മൾ ബെൻസിനോയിഡ്സ് എന്ന് പറയുന്നത്. ഇനി നോൺ ബെൻസിനോയിഡ്സും ഉണ്ട്. ബെൻസീൻ ഇല്ലാത്ത കോമ്പൗണ്ട്സിനാണ് നമ്മൾ നോൺ ബെൻസിനോയിഡ്സ് ബട്ട് വിച്ച് ഷോ ആരോമാറ്റിക് പ്രോപ്പർട്ടി. അപ്പോൾ ആരോമാറ്റിക് പ്രോപ്പർട്ടി കാണിക്കാനുള്ള കണ്ടീഷൻസ് എല്ലാം നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും. ഇവിടെ നമ്മൾ ട്രോപ്പോലോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് ആണ് കാണിച്ചിരിക്കുന്നത്. ബെൻസീൻ റിംഗ് ഇല്ല, പക്ഷെ നമുക്ക് അതിനകത്ത് ഒരു ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഓക്സിജനും ഉണ്ട്. സോ അങ്ങനത്തെ കോമ്പൗണ്ട് ആണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകാം. 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്ത അസൈക്ലിക് ഓർ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്, സൈക്ലിക് ഓർ ക്ലോസ്ഡ് റിംഗ് കോമ്പൗണ്ട്സ് ആണ്. അതിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഹോമോസൈക്ലിക് ആൻഡ് ഹീറ്ററോസൈക്ലിക് കോമ്പൗണ്ട്സ്. ഹോമോസൈക്ലിക്കിനെ വീണ്ടും നമ്മൾ ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ്. ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ വീണ്ടും നമ്മൾ ബെൻസിനോയിഡ്സ് ആൻഡ് നോൺ ബെൻസിനോയിഡ്സ്. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹൈഡ്രോകാർബൺസിനെ നമുക്ക് ബ്രോഡ് സെൻസിൽ ഒരു സിമ്പിൾ ക്ലാസിഫിക്കേഷൻ കൂടെ ഉണ്ട്. They can be classified into 4.
ഒരു സിമ്പിൾ സെൻസിൽ നമ്മൾ ഹൈഡ്രോകാർബൺസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം ആസ് ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ആൻഡ് അരീൻസ്. ആൽക്കെയിൻസ്, ആൽക്കീൻസ്, ആൽക്കൈൻസ് ആൻഡ് അരീൻസ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണിത്. നമുക്കറിയാം ഇതിന്റെ ജനറൽ ഫോർമുല. അരീൻസ് എന്ന് പറയുമ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് തന്നെയാണ്. ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല CnH2n+2 ആണ്. ആൽക്കിൻസിന്റെ ജനറൽ ഫോർമുല CnH2n. ആൽക്കൈൻസിന്റെ ജനറൽ ഫോർമുല CnH2n-2. ആൻഡ് അരീൻസിന്റെ ജനറൽ ഫോർമുല, അരോമാറ്റിക് കോമ്പൗണ്ട്സിന്റെ ജനറൽ ഫോർമുല CnH2n-6m ആണ്. വേർ m is the number of rings ആണ്. എത്ര റിങ്സ് ഉണ്ട്? ഒന്നിലധികം റിങ്സ് ഉള്ള കോമ്പൗണ്ട്സ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് എല്ലാം തന്നെ റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്, സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അതിനകത്ത് എത്ര റിങ്സ് ഉണ്ടെന്നുള്ളതാണ് എം എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. ഇനി ആൽക്കെയിൻസിലെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൽക്കെയിൻസിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്താണ്? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്സ് ആണ്. എല്ലാം സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള കാർബൺസ് ആണ്. വാട്ട് അബൌട്ട് ആൽക്കെയിൻസ്? ഇറ്റ് കൺസിസ്റ്റ് മിനിമം എ ഡബിൾ ബോണ്ട്, ഒരു ഡബിൾ ബോണ്ട് എങ്കിലും വേണം. ആൽക്കെയിൻസിലെ വാട്ട് അബൌട്ട് ആൽക്കൈൻസ്? ദർ ഷുഡ് ബി മിനിമം എ ട്രിപ്പിൾ ബോണ്ട്, ഒരു ട്രിപ്പിൾ ബോണ്ട് എങ്കിലും അവിടെ വേണം. വാട്ട് അബൌട്ട് അരീൻസ്? അരീൻസിൽ 2 ക്ലാസ് ആണുള്ളത്, ബെൻസിനോയിഡ്സ് ആൻഡ് നോൺ ബെൻസിനോയിഡ്സ്. ഒന്നുകിൽ ബെൻസീൻസ് വേണം, ബെൻസിൻ റിങ് വേണം, അല്ലെങ്കിൽ ബെൻസിൻ റിങ് ഇല്ലാതെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 4n+2 ഇലക്ട്രോൺ റൂൾ ഉണ്ട്, ഹക്കൽസ് റൂൾ ഉണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ദെൻ ബോണ്ട് ലെങ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ആൽക്കെയിൻസിലെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് 154 പൈക്കോമീറ്റർ ആണ്. വാട്ട് അബൌട്ട് ആൽക്കെയിൻസ്? കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് 139 പൈക്കോമീറ്റർ ആണ്. ആൻഡ് ഇൻ ആൽക്കൈൻസ് ദ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഈസ് അബൌട്ട് 121 പൈക്കോമീറ്റർ ആണ്. ഇനി കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഇൻ അരീൻസ് 133 ആണ് അവിടുത്തെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആൻഡ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ആണ്. ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ നിങ്ങൾ പഠിക്കുന്നുണ്ട്, പിന്നീട് അന്നേരം എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ബോണ്ട് സ്ട്രെങ്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിനേക്കാളും സ്ട്രെങ്ത് കൂടുതലാണ് കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ ഏറ്റവും സ്ട്രെങ്ത് കൂടിയതാണ്. അതുകൊണ്ട് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ബോണ്ട് ഏതിനകത്താണുള്ളത്? ആൽക്കൈൻസിലാണ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളത്. ആൽക്കെയിൻസിലെ ഏറ്റവും വീക്ക് ആയിട്ടുള്ള ബോണ്ട്, വീക്കസ്റ്റ് എമംഗ് ദ ഹൈഡ്രോകാർബൺസ് ആണ്. ആൻഡ് ഹിയർ ദിസ് ഈസ് ഇൻ ബിറ്റ്വീൻ ആൽക്കെയിൻസ് ആൻഡ് ആൽക്കീൻസ് ആണ്. ആൽക്കീൻസിന്റെ ഇടയിലാണ്. ഇവിടുത്തെ ബോണ്ട് ലെങ്ത്, ഞാൻ ബോണ്ട് ലെങ്ത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, 133 പൈക്കോമീറ്റർ ആണ്. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന് ഡബിൾ ബോണ്ടിന് ഇടയിലാണ്. സോ സ്ട്രെങ്തും അതുപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്. വാട്ട് അബൌട്ട് ഹൈബ്രിഡൈസേഷൻ? ആൽക്കെയിൻസിലെ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചതാണ്. എല്ലാ കാർബൺസും sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്. അത് സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണെങ്കിൽ അത് sp3 ആണ്. ആൽക്കെയിൻസിലാണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരിക്കും. ആൻഡ് ഇൻ ആൽക്കെയിൻസ് ദ ഹൈബ്രിഡൈസേഷൻ ഈസ് sp. ഇനി അരീൻസ് ആണെങ്കിൽ, അതായത് അരോമാറ്റിക് ബെൻസിനോയിഡ്സ് ആണെങ്കിൽ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ, കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ് വരുന്നത്. അതുപോലെ തന്നെ ജോമെട്രി അതുമായിട്ട് റിലേറ്റഡ് ആണ്. sp3 ആകുമ്പോൾ നമുക്കറിയാം ജോമെട്രി എന്താണ് വരുന്നത്? ടെട്രാഹീഡ്രൽ ആണ്, ടെട്രാഹീഡ്രൽ ജോമെട്രി ആണ്. വാട്ട് അബൌട്ട് ആൽക്കെയിൻസ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ദാറ്റ് ഇസ് ട്രയാങ്കുലർ പ്ലാനാർ ആണ്. ഡബിൾ ബോണ്ടഡ് കാർബൺസ് എപ്പോഴും ട്രയാങ്കുലർ പ്ലാനാർ ആയിട്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ബട്ട് അബൌട്ട് sp ആൽക്കൈൻസിന്റെ കാര്യത്തിൽ അത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. സോ ലീനിയർ ബോണ്ട് ആണ്. ഹിയർ ഓൾസോ sp2 ആണ്. അതുകൊണ്ട് എല്ലാ ആംഗിൾസും എങ്ങനെ വരും? ട്രയാങ്കുലർ പ്ലാനാർ ആയിട്ടാണ് വരുന്നത്. സോ ഇതൊരു ജസ്റ്റ് ഒരു കമ്പാരിസണിലാണ്. അപ്പം നമുക്ക് ഓരോ ബോണ്ട്സും നമ്മൾ കാണുന്ന സമയത്ത് എങ്ങനെയാണ് അതിനകത്തെ ബോണ്ടിങ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് എത്ര സിഗ്മ ബോണ്ട്സ്, എത്ര പൈ ബോണ്ട്സ്, എന്താണ് ഹൈബ്രിഡൈസേഷൻ, അത്രയും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ യൂസ്ഫുൾ ആണ്. അപ്പം നമ്മുടെ 1-2 ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. Then try the first one. CH3 CH double bond CH single bond CH3. So how will you find out the sigma bonds, number of sigma bonds and pi bonds? Is you can write the complete structural formula of this compound like this: CH CH double bond CH CH H. എല്ലാത്തിൻ്റെയും ഹൈഡ്രജൻസ് കാണിക്കുന്ന വിധത്തിൽ നമുക്ക് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോമിൽ എഴുതാം.
Then നമുക്കറിയാം എല്ലാ സിംഗിൾ ബോൺസും എങ്ങനെയാണ് സിഗ്മ ബോൺസ് ആണ്. സോ ഓൾ ആർ സിഗ്മ ബോൺസ്. ഏതൊക്കെയാണ് സിഗ്മ ബോൺസ്? ദിസ് ഈസ് സിഗ്മ ബോണ്ട്, ദിസ് വൺ, ദിസ് വൺ, ദിസ് വൺ. Here one of among the two bonds, one is sigma, here sigma, here sigma, here sigma, 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 sigma. ഇനി ഡബിൾ ബോൺസ് വരുമ്പോൾ അതിനകത്ത് ഒന്ന് സിഗ്മ ബോണ്ടും രണ്ടാമത്തെ എന്തായിരിക്കും എൻഡ് ടു എൻഡ് ഓവർലാപ്പിംഗ് ആയിട്ടുള്ളത് സിഗ്മ ബോണ്ടും രണ്ടാമത്തെ ബോണ്ട് പൈ ബോണ്ടും ആയിരിക്കും. അപ്പം നമുക്ക് കൗണ്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. എത്ര സിഗ്മ ബോൺസ്? ഹിയർ 1, here 1, 2, 3, 4, here 5, here 6, here 7, here 8, here 9, here 10, and here 11. So total number of sigma bonds, that is 10 plus 1, that is 11. And what about the pi bond? How many pi bonds? So that is 1 pi bond. So 11 sigma bonds and 1 pi bond. That is the total number of sigma and pi bonds. And what about the hybridization of each carbon? ഓരോ കാർബണിന്റെയും ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത് നോക്കാം. ആദ്യത്തെ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ സിംഗിൾ ബോണ്ടഡ് കാർബൺ ആണ്. സിംഗിൾ ബോണ്ടഡ് കാർബൺ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഹൈബ്രിഡൈസേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ് sp3. And what about the second carbon? That is a double bonded carbon ആണ്. This is attached to a double bond and a single bond. So this carbon is a double bonded carbon ആണ്. So that is sp2 hybridized. And what about the third carbon? Again double bonded carbon ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. So that also sp2. And the last one, that is attached to only single bond through a single bond. So that is sp3 hybridized carbon. So ഓരോന്നിന്റെ ഹൈബ്രിഡൈസേഷൻസ് നമുക്ക് നോക്കാം. സിംഗിൾ ബോണ്ടഡ് ആണെങ്കിൽ that is sp3 ആണ്. If it is double bonded, that is sp2. If it is triple bonded, that is sp. Like that the hybridization. Okay. Then second question like പോകാം. Here CH triple bond C, CH2 twice CH3. So how will you find out the number of sigma and pi bonds? First of all, you can write the complete structural formula, isn't it? So that is CH triple bonded C. Here CH2 2 times. So you can write this as CH2, CH2, then CH3, H, H, H. Now we can count the number of sigma bonds first. How many sigma bonds is here? Sigma. Here out of the 3, 1 is sigma. Here sigma, here sigma, here sigma, here sigma, 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 sigma. So count this. Okay. How will you count this? Number 1, number 2. What about here? 3. Now 4. Now 5. Now 6. Now 7, 8, 9, 10, 11, 12. Isn't it? How many sigma bonds? 1, here 2, here 3, here 4, here 5, here 6, here 7, 8, 9, 10, 11, 12. So how many sigma bonds? Yes, 12 sigma bonds. How many pi bonds? How many pi bonds? ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആണുള്ളത്. അവിടെ 2 pi bonds ആണ് വരുന്നത്. So total number of pi bonds? 2 pi bonds. Okay. So total number of sigma bonds? 12 sigma bonds. Total number of pi bonds? 2. So what about the hybridization? Hybridization നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. Here for the first carbon, triple bonded carbon ആണ്. So this is sp. What about the second carbon? Again triple bonded. So sp. What about the third carbon? Third and fourth അല്ലെ single bonded ആണ്. So third sp3. Fourth also sp3. Fifth also sp3. Okay. So hybridizations നമുക്ക് നോക്കാൻ എളുപ്പമാണ്. ഒന്നാമത്തെ കാർബൺ sp ആണ്. രണ്ടാമത്തെ sp. മൂന്നാമത്തെ sp2.
3, നാലാമത്തെ sp3, അഞ്ചാമത്തതും sp3 ആണ് ഹൈബ്രിഡൈസേഷൻ. സോ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയിലേക്ക് മാറ്റി എഴുതാം. CH3 ടോയ്സ് ആണ്. എങ്ങനെ CH3 ടോയ്സ് എന്നുള്ളത് എഴുതും? Yes, this can be written as CH3 CO CH3 ആണ്, or this can be written in the form of CH H. CO can be written as C double bond O, C H. So that is the structure. The 3 hydrogens, the C double bonded O, carbonyl group ആണ്. So C double bonded O ആണ്. So CH3. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇനി നമുക്ക് വേഗത്തിൽ എഴുതാം. സിംഗിൾ ബോൺസ് എല്ലാം എന്താണ്? സിഗ്മ ബോൺസ് ആണ്. So this is sigma, this is sigma, 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 here sigma, 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 and here sigma. And what about the double bond? Out of the two, one is sigma and the other one is pi. Okay. So how will you count the total number of sigma bonds? Okay. How will you count this? Yes, here 3, 1, 2, 3, then here 4, here 5, here 6, 7, 8, 9. So sigma bonds 9. How many pi bonds? Yes, there is only one pi bond. What about the hybridization here? Single bonded carbons എല്ലാം എന്താണ്? This is sp3. This also sp3. What about this carbon? Double bonded carbon ആണ്. So this is sp2. ഈ രീതിയിൽ നമുക്ക് എളുപ്പത്തിൽ ഹൈബ്രിഡൈസേഷനും അതുപോലെ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസും കൗണ്ട് ചെയ്യാം. സോ ഇവിടെ കറക്റ്റായിട്ട് നമ്മളിത് കൗണ്ട് ചെയ്തു. അങ്ങനെ തന്നെ ചെയ്യണം. കംപ്ലീറ്റ് സ്ട്രക്ചർ ഫോമിൽ എഴുതുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മൾ IUPAC നെയിമിങ്ങും അതിൻ്റെ റൂൾസുമായിട്ടാണ് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.